നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 ചൊവ്വാഴ്ചയാണ്, കർക്കടകം 29. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ തെരച്ചിൽ ഇന്നും തുടരും. അതുപോലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം മാറും മുമ്പേ വയനാട്ടിൽ ആശങ്കയായി വീണ്ടും കനത്ത മഴ. മേപ്പാടി മേഖലയിൽ 3 മണിക്കൂറിനിടെ പെയ്തത് 100 മില്ലിമീറ്റർ മഴ. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. ഇന്നും തെരച്ചിൽ തുടരും. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ റഡാർ പരിശോധന നടത്തും. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആശുപത്രിയിലെ 7 റെസിഡന്റ് ഡോക്ടേഴ്സിനെ ചോദ്യം ചെയ്തു. റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ പണിമുടക്ക് തുടരുന്നു. കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരും. അച്ചിടിപ്പാറ, മഞ്ഞച്ചീളി, പാനൂർ മേഖലകളിൽ ഒരാഴ്ചയോളം സംഘം സന്ദർശനം നടത്തും. വിശദമായ പഠന റിപ്പോർട്ട് ഈ മാസം 20-നകം ജില്ലാ കളക്ടർക്ക് കൈമാറും. സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് 7 പേർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. വയനാട്, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മൂന്ന് മാസം പിന്നിട്ടിട്ടും എറണാകുളം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ യുവതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാതെ പോലീസ്. DNA പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചില്ല എന്ന് വിശദീകരണം. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പറയിൽ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് വിധി പറയുക. റിപ്പോർട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കൊല്ലം ആശ്രാമത്ത് BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ്. പന്തളം കുടശനാട് സ്വദേശി C. പാപ്പച്ചൻ കൊല്ലപ്പെട്ടത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരും ജീവനക്കാരനും നൽകിയ കൊട്ടേഷനിലൂടെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒളിമ്പിക്സ് ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയ നടപടിക്കെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന്. കായിക തർക്ക പരിഹാര കോടതി ഇന്ത്യൻ സമയം രാത്രി 9:30 വിധി പറയും. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പള ടൗൺ ജംഗ്ഷനിലെ അലക്ഷ്യമായ വാഹന പാർക്കിംഗ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നതായി പരാതി. അലക്ഷ്യമായ വാഹന പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിൽ കമ്പിളി പുഴുശല്യം വർദ്ധിച്ചതോടെ വാഴ കർഷകർ ദുരിതത്തിൽ. പുഴുശല്യം തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. കണ്ണൂർ ചെറുപുഴ മുളപ്ര തടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. കനത്ത മഴയിൽ തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ അധികൃതരുടെ ഭാഗത്ത് അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വയനാട് ചീരവയൽ നടവയൽ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ. നടവയൽ CM കോളേജിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു വശമാണ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് റോഡ് ഇടിയാൻ കാരണം. കടലാക്രമണത്തിൽ തകർന്ന മലപ്പുറം പാലപ്പെട്ടി അജ്മോർ നഗർ റോഡ് പുനർനിർമ്മാണം വൈകുന്നു. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അജ്മോർ നഗർ തട്ടുപറമ്പ് മേഖലയെ ബന്ധിപ്പിക്കുന്ന തീരദേശ റോഡ് തകർന്നത് മാസങ്ങൾക്ക് മുമ്പ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൊണ്ടോട്ടി നഗരസഭ കൺട്രോൾ റൂം തുറന്നു. അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നൽകുകയാണ് ലക്ഷ്യം. ഇന്നലെ 45 നായകൾക്ക് വാക്സിനേഷൻ നൽകി. സംസ്ഥാന കായകൽപ്പ അവാർഡിൽ മലപ്പുറം ജില്ലയ്ക്ക് വിജയത്തിളക്കം. സംസ്ഥാന തലത്തിൽ ജില്ലാ ആശുപത്രികളിൽ 1-ാം സ്ഥാനത്തെത്തി പൊന്നാനി മാതൃശിശു ആശുപത്രി. 2-ാം സ്ഥാനം നിലമ്പൂർ ജില്ലാ ആശുപത്രി സ്വന്തമാക്കി. കോഴിക്കോട് മാക്കൂട്ടത്ത് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടി പ്രദേശവാസികൾ. 30 വീടുകളുള്ള പ്രദേശത്താകെയുള്ളത് ഒരു പഞ്ചായത്ത് കിണർ മാത്രം.
കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ. പാലക്കാട് മണ്ണാർക്കാട് ശുദ്ധജല പദ്ധതിയുടെ പമ്പ് ഹൗസിലെ പൈപ്പിൽ ചോർച്ച. ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചോർച്ച ഭീഷണിയായി. ചോർച്ച പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. തകർന്നു കിടക്കുന്ന പാലക്കാട് കുളപ്പള്ളി കൊച്ചി പാലം റോഡ് നവീകരിക്കാൻ നടപടിയായി. അറ്റകുറ്റപ്പണികൾ ഈ ആഴ്ച ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കും. ബഹ്റൈൻ കേരളീയ സമാജം കഥാകുലപതി പുരസ്കാരം ടി പത്മനാഭന്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സെപ്റ്റംബർ 20 കേരള സമാജം ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ ഡോക്ടർ KS രവികുമാർ, കേരള സമാജം പ്രസിഡന്റ് വർഗീസ് ജോർജ്, ഹരികൃഷ്ണൻ B നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ ഉയർത്തി പൈതൃക ഗ്രാമമായ പാലക്കാട് രാമശ്ശേരിയിൽ സ്ഥാപിക്കുന്ന ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. നിർമ്മാണം പൂർത്തിയാക്കുന്ന ആശ്രമം ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായി കാസർഗോഡ് ഭീമനടി കാറ്റലിസ്റ്റ് PSC കോച്ചിംഗ് സെന്ററും ഉദ്യോഗാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് 50,000 രൂപ സമാഹരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാറ്റലിസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ NB ബിബിനിൽ നിന്ന് തുക ഏറ്റുവാങ്ങി. മുഖമിനുക്കാനൊരുങ്ങി ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ. ഓപ്പൺ സ്റ്റേജ്, ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡുകൾ, പാർക്കിംഗ് സൗകര്യം, ശുചിമുറി സമുച്ചയം, ഓപ്പൺ ജിംനേഷ്യം എന്നിവയാണ് സജ്ജമാക്കുക. എറണാകുളം ആലങ്ങാട് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. 5 പേർക്ക് കടിയേറ്റു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ. എറണാകുളം പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലം എക്സ്പാൻഷൻ ജോയിന്റുകളിൽ വീണ്ടും വിള്ളൽ. പാലത്തിലെ ഫില്ലറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിലാണ് വിള്ളലുകൾ രൂപപ്പെട്ടത്. മുൻപും ഇത്തരത്തിൽ പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സൗമ്യ സരിൻ തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. കൊച്ചി IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ഹൈബിയുടെ MP ഡോക്ടർ R രമേഷ് കുമാറിന് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി കൈമാറി. ഡോക്ടറെ, ഞങ്ങളുടെ കുട്ടി ഓക്കെയാണോ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ ഈ വർഷത്തെ മുഴുവൻ റോയൽറ്റി തുകയും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് ഡോക്ടർ സൗമ്യ സരിൻ. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിക്കുത്ത് തോപ്രാംകുടി ലത്തീൻ പള്ളിപ്പടി റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ മുക്കന്നൂർപ്പടി ഭാഗത്തെ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന പാതയോരത്താണ് അപകട ഭീഷണി. KSEB അധികൃതർ അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. പത്തനംതിട്ട മണ്ണീറ തലമാനത്ത് കാട്ടാനശല്യം രൂക്ഷം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. പത്തനംതിട്ട അടൂർ ശ്രീമൂലം ചന്തയിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതായി പരാതി. 2 കോടി രൂപ ചെലവിൽ നവീകരിച്ച ഹൈടെക് ചന്തയാണ് ഇപ്പോൾ മാലിന്യം തള്ളൽ കേന്ദ്രമായത്. ദുർഗന്ധം മൂലം വ്യാപാരികളും കാൽനട യാത്രക്കാരും ദുരിതത്തിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്ത കാസർഗോഡ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന് ചെക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലത്തെ കളക്ഷൻ തുക മുഴുവൻ നൽകി ചടയമംഗലം പേരോടത്തുള്ള ഹബീബി മോട്ടോഴ്സ്. 8 ബസ്സുകളുടെ കളക്ഷൻ തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ദേശീയ വടംവലി മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് കാസർഗോഡ് ചായോത്ത് സ്വീകരണം നൽകി. ഡൽഹിയിലെ ആഗ്രയിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സ്വീകരണമൊരുക്കിയത് ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ. സ്കൂളിലെ 10 കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. കേരള ഹൗസിലെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഇൻഫർമേഷൻ ഓഫീസറായി CT ജോൺ ചുമതലയേറ്റു. കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകളിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായും അസിസ്റ്റന്റ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എറണാകുളം കുമ്പളങ്ങി സ്വദേശിയാണ്. കൊട്ടാരക്കരയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര കൊട്ടാരക്കര പദ്ധതി പ്രഖ്യാപനം കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരം ഹാളിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ കൃഷി, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതിയും ടൂറിസവും എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം.
സംയോജിത അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിനായുള്ള PM ഗതിശക്തി പദ്ധതിയുടെ ദക്ഷിണ മേഖലാ ശില്പശാല ഇന്ന് വഴുതക്കാട് ഹയാത്ത് റീജൻസിയിലാണ് ശില്പശാല നടക്കുക. പറവൂർ പള്ളിപ്പുറം കോൺവെന്റ് ബീച്ച് പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ആദ്യപടിയെന്നോണം പറവൂർ PWD ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ നടത്തി. ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. AV ഷാജി, ഷിബു കളപ്പുരയ്ക്കൽ, ഫാദർ ആന്റണി സേവിയർ, MJ ടോമി, അരുണ ഭദ്രൻ, ES പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കടമ്പനിട്ട മാർത്തോമ ഇടവക വികസന സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തും. രാവിലെ 10-ന് മാർത്തോമ പാരിഷ് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ വികാരി ഫാദർ ജിജി വി മാത്യു അധ്യക്ഷത വഹിക്കും. എറണാകുളം ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ അണ്ടർ-11 ഓപ്പൺ ഗേൾസ് സെലക്ഷൻ ചെസ് ടൂർണമെന്റ് എന്നിവ ഈ മാസം 20-ന് നടക്കും. തേവര SH കോളേജിൽ നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആധാർ കാർഡ് കോപ്പി, ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ് കോപ്പി എന്നിവയുമായി കോളേജിൽ എത്തിച്ചേരണം. തിരുവനന്തപുരം അരുവിക്കര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2 വർഷത്തെ ഫാഷൻ ഡിസൈനിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപ്പര്യമുള്ളവർ രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ എത്തിച്ചേരണം. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കുമ്പാറ സെക്ഷൻ, കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. കോഴിക്കോട് ദയാപുരം വിമൻസ് കോളേജിൽ BSc ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിഷയങ്ങളിൽ സീറ്റ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. കോലഞ്ചേരി YMCAയും തൃപ്പൂണിത്തുറ ലോഗോ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററും സംയുക്തമായി സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് നടത്തും. ഈ മാസം 15-ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. മാടക്കത്തറ പഞ്ചായത്തിന്റെ വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിയിൽ യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ്. കൂടിക്കാഴ്ച ഈ മാസം 16-ന് നടക്കും. നോക്കാമിനി ദേശീയ വാർത്തകൾ. അഹമ്മദാബാദിൽ ഇന്ന് നടക്കുന്ന ഹർഘർ തിരങ്ക യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്യും. അഹമ്മദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മധ്യപ്രദേശിൽ റാണി കമലപതി സഹാർസ പ്രത്യേക പാസഞ്ചർ ട്രെയിനിന്റെ 2 കോച്ചുകൾ പാളം തെറ്റി. ഇന്നലെ രാത്രി ഇറ്റാർസി സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനിരിക്കെയാണ് അപകടം. ആളപായം ഇല്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ ഇന്ത്യ മാരിടൈം പെട്രോളിംഗ് ശക്തമാക്കുന്നു. ഏത് ഭീഷണിയും നേരിടാൻ തയ്യാറെന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അനുപം റായ്. ISROയുടെ ഏറ്റവും പുതിയ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS 08ന്റെ വിക്ഷേപണം മാറ്റിവെച്ചു. ഓഗസ്റ്റ് 15-ന് വിക്ഷേപണം നടത്തുമെന്നായിരുന്നു ബഹിരാകാശ ഏജൻസി അറിയിച്ചിരുന്നത്. ഖാരിഫ് വിളയുടെ വിസ്തൃതി 979 ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചു. കണക്കുകൾ പുറത്തുവിട്ട് കാർഷിക മന്ത്രാലയം. ത്രിപുരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരി BJP. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രേഖപ്പെടുത്തിയത് 79.06% പോളിംഗ്. അടുത്ത 7 ദിവസം തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചെന്നൈ നഗരത്തിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെലങ്കാനയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പിടിയിലായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗുഗുലോത്ത് ഗോപാൽ. ഇയാളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് 6000 രൂപ കണ്ടെടുത്തു. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. ഇസ്രയേലിലെ സൈനിക താവളത്തിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ട് ഹിസ്ബുള്ള. ഗാറ്റണിലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ 146-ാം ഡിവിഷൻ പുതുതായി സ്ഥാപിച്ച ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള നേതൃത്വം. സംയുക്ത സൈനികാഭ്യാസം നടത്താനൊരുങ്ങി ദക്ഷിണ കൊറിയയും അമേരിക്കയും. ഉത്തര കൊറിയൻ സൈനിക ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സൈനികാഭ്യാസം നടത്തുന്നത്. ഉഗാണ്ടയിൽ മാലിന്യക്കൂമ്പാരത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 21. നഗരത്തിലെ ഏക മാലിന്യ നിക്ഷേപ കേന്ദ്രമായ കിറ്റീസിയിൽ കനത്ത മഴയെ തുടർന്നാണ്
മണ്ണിടിച്ചിലുണ്ടായത്. ലാത്വിയയുടെ എയർ ബാൽറ്റിക് ടെല്ലവീവിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു. നടപടി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ മുൻനിർത്തി. റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നതിനെതിരെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക. മിസൈലുകൾ കൈമാറാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്നും US. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയ്ക്ക് കൈമാറാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. യുവാക്കൾക്ക് അനുകൂലമായ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. രാജ്യത്തെ ജനസംഖ്യയുടെ 60% യുവാക്കളെന്നും പാക് പ്രധാനമന്ത്രി. വടക്കൻ ഇറാഖിൽ തുർക്കി സൈന്യത്തിന്റെ വ്യോമാക്രമണം. 17 കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഗ്രീസിൽ കാട്ടുതീ വ്യാപനം അതിരൂക്ഷം. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. വടക്ക് കിഴക്കൻ മേഖലയിലെ 30,000-ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. യമനിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരണം 61. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. ലണ്ടനിൽ വീണ്ടും കത്തിയാക്രമണം. 2 പേർക്ക് കുത്തേറ്റു. സംഭവം ലണ്ടനിലെ ലെസിസ്റ്റർ സ്ക്വയറിൽ. അക്രമി പിടിയിലായെന്ന് സൂചന. സുഡാനിൽ ആഭ്യന്തര കലാപത്തിന് അയവില്ല. നോർത്ത് ഡാർഫൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ എൽ ഫാഷറിൽ അർദ്ധസൈനിക വിഭാഗം നടത്തിയ ആക്രമണത്തിൽ 28 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. 46 പേർക്ക് പരിക്കേറ്റു. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. iPhone 16 സീരീസ് ഇനി ഇന്ത്യൻ വിപണിയിലെത്താൻ ഏതാനും ആഴ്ചകൾ മാത്രം. ഔദ്യോഗിക ലോഞ്ച് സെപ്റ്റംബർ 10 സൂചന. തുടർച്ചയായ 2ാം ദിവസവും പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഒല ഇലക്ട്രിക്സിന്റെ വരുമാനത്തിൽ വർധന. 20% കുതിപ്പാണ് കമ്പനി സ്വന്തമാക്കിയത്. പ്രമുഖ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350ന്റെ പരിഷ്കരിച്ച പതിപ്പ് അവതരിപ്പിച്ചു. ക്ലാസിക് 350ന്റെ മെക്കാനിക്കൽ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ടാണ് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. വിപ്രോ CTO ശുഭ ടാറ്റവർത്തി രാജിവെച്ചു. വിപ്രോയുടെ ചീഫ് ഡെലിവറി ഓഫീസറായിരുന്ന അജിത് മഹാലെ അടുത്തിടെ രാജിവെച്ചതിന് പിന്നാലെയാണ് നീക്കം. അസ്യൂസിന്റെ ഏറ്റവും പുതിയ ചാർജറായ അസ്യൂസ് GAN ചാർജർ വിപണിയിൽ അവതരിപ്പിച്ചു. 2799 രൂപയാണ് വിപണി വില. 30 മിനിറ്റിനുള്ളിൽ ഫോണിന്റെ ബാറ്ററി 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി. MG മോട്ടോർ ഇന്ത്യ വൈദ്യുത വാഹനങ്ങളുടെ ചാർജിംഗ് സൗകര്യങ്ങൾ സുഗമമാക്കുന്നതിന് പുതിയ പ്ലാറ്റ്ഫോമായ eHub അവതരിപ്പിച്ചു. വൈദ്യുത വാഹനങ്ങളുടെ ചാർജിംഗ് കൂടുതൽ ലളിതമാക്കാൻ വാഹന ഉടമകളെ സഹായിക്കും. രാജ്യത്തുടനീളം 1000 കമ്മ്യൂണിറ്റി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് കമ്പനി. സെൻഹൈസർ ഇന്ത്യയിൽ ഓഡിയോ ഫയലുകൾക്കായി HD 620 പ്രീമിയം ഹെഡ്ഫോണുകൾ അവതരിപ്പിച്ചു. ഓഡിയോ ഫയലുകൾക്കായി ഓപ്ഷണൽ ബാലൻസ്ഡ് 4.4 MA കേബിൾ ഉണ്ടായിരിക്കും. കായിക വാർത്തകൾ. അർജന്റീനയുടെ സൂപ്പർ താരം ലൗട്ടാരോ മാർട്ടിനസ് ഇന്റർ മിലാനിൽ തുടരും. 2029 ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന ദീർഘകാല കരാറിൽ താരം ഒപ്പുവെച്ചു. 2018 മുതൽ ലൗട്ടാരോ ഇന്റർ മിലാനൊപ്പമുണ്ട്. അർജന്റീനൻ യുവതാരം ഗൊലിയൻ അൽവാരസിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തിന്റെ സൈനിങ് ക്ലബ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 95 മില്യനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തിനായി മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകിയത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കൊരുങ്ങുന്ന ഇംഗ്ലണ്ടിന് ആശങ്ക. ക്യാപ്റ്റൻ ബാൻ സ്റ്റോക്സിന് പരിക്ക്. പരമ്പരയിൽ ക്യാപ്റ്റൻ കളിക്കുന്ന കാര്യത്തിൽ സംശയം. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിനുള്ള ന്യൂസിലാൻഡ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9 മുതൽ നോയിഡയിലാണ് ടെസ്റ്റ് നടക്കുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓൾറൗണ്ടർ മൈക്കൽ ബ്രേസ് ടീമിൽ തിരിച്ചെത്തി. 2024-25 സീസണിലെ ഏഷ്യൻ ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പോരാട്ടം അടുത്ത മാസം. AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് നറുക്കെടുപ്പ് ഈ മാസം 16 കോലാലംപൂരിൽ നടക്കും. മികച്ച 12 ടീമുകളെ 2 ഗ്രൂപ്പുകളിലാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. നോക്കാമിനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡും മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയ സജീവ് പാഴൂർ സംവിധായകനാകുന്നു.
തമിഴിലാണ് ആദ്യ ചിത്രം. ചിത്രത്തിൽ നിമിഷ സജയനാണ് നായിക. ബിജു മേനോൻ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം തലവൻ OTT-യിലേക്ക് സെപ്റ്റംബർ 12-നായിരിക്കും OTT-യിൽ എത്തുക. ജിസ് ജോയിയാണ് സംവിധാനം. അജിത് ചിത്രം വിടാമപ്പേർച്ചിയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. നടി റെജിന കാസൻഡ്രായുടെയും ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് പോസ്റ്റർ. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശ് കലാപത്തെ പിന്തുണച്ച് തലശ്ശേരിയിൽ നടന്ന പ്രകടനം എന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ഷാഫി പറമ്പിൽ MP-യുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ നിന്നുള്ള വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാം ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ഭോപ്പാലിൽ വാഹനാപകടം. ബൈക്കും ട്രക്കും കൂട്ടിയിടിച്ച് 2 മരണം. അപകടം രേവ ജില്ലയിൽ. മധുരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 468 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 4 പേർ പിടിയിൽ. സിറിയയിൽ ഭൂചലനം. 5.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ലക്നൌവിൽ വാഹനാപകടം. അപകടത്തിൽ 1 മരണം. ഒരാൾക്ക് പരിക്ക്. പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിൽ വാച്ച് ഷോറൂമിൽ മോഷണം. 3 കോടി രൂപയുടെ വാച്ച് മോഷണം പോയി. സംഭവം ഗാസിയാബാദിൽ. ഉത്തർപ്രദേശിൽ യുവതി 2 വയസ്സുള്ള മകനെ വെട്ടിക്കൊന്നു. ഭർത്താവുമായുള്ള തർക്കമാണ് മകനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് യുവതിയുടെ മൊഴി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.